ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പൂരത്തിൻ്റെ ലാസ്റ്റ് ഡേയത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഐതിഹ്യങ്ങൾ, അതായത് പൂരം കാമദേവനെ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഐതിഹ്യങ്ങളും കൂടി ഈ വീഡിയോക്കകത്ത് ഞാനിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു പൂപ്പറിക്കൽ ഉണ്ടല്ലോ, നമ്മുടെ പൂരത്തിൻ്റെ തൊട്ട് തലേന്നത്തെ ദിവസം വൈകുന്നേരമാണ് കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ആണ് സൗരവാണ് നമുക്ക് ഈ പൂവൊക്കെ പറിച്ചു തരുന്നത്. ജഡപ്പൂവാണ് കേട്ടോ. നമ്മളിവിടെ കണ്ണൂര് നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇതിനെ ജഡപ്പൂ എന്നാണ് പറയാറുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു അഴകുള്ള പൂവാണിത്. പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. വളരെ സാഹസികമായിട്ടാണ് ചെക്കനത് പറിച്ചു തരുന്നത് നമുക്ക്. പൂരാഘോഷം ചില സ്ഥലത്ത് 9 ദിവസവും ചില സ്ഥലത്ത് 7 ദിവസങ്ങളായിട്ട് ആചരിക്കാറുണ്ട്. നമ്മളിവിടെ 7 ദിവസത്തെ പൂരാണ്. അപ്പോൾ പൂരം തുടങ്ങിയ അന്ന് തന്നെ ഒത്തിരി പേര് വന്നിട്ട് ഈ പൂക്കളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പറ്റുന്നതൊക്കെ എത്തിപ്പിടിച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നമുക്ക് അത്യാവശ്യത്തിന് പൂക്കൾ കളക്ട് ചെയ്തതിന് ശേഷം എന്താ അവർ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് വണ്ടിയിൽ. അപ്പം ഞാൻ അവരുടെ ബാക്കിൽ നടന്നു വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു പോയതാ. അങ്ങനെ വീടെത്തി കേട്ടോ. എൻ്റെ നാളത്തെ പൂരാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് തന്നെ നമ്മൾ തുടങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കാമവിഗ്രഹം, നാളത്തെ പൂരത്തിന് വേണ്ടിയിട്ടുള്ള കാമവിഗ്രഹം ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അതായത് നമുക്ക് നാളെ പൂരത്തിൻ്റെ ദിവസം നമ്മൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തലേന്ന് രാത്രിയിൽ തന്നെ കാമവിഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ടെൻഷൻ അടിക്കണ്ടല്ലോ. കാമവിഗ്രഹം ലാസ്റ്റ് പൂരത്തിൻ്റെ അന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒത്തിരി വലിയ സൈസാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. പൂരാഘോഷമൊക്കെ തലമുറകളായിട്ട് കൈമാറി വരുന്ന ആചാരങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും തന്നെ ഇതിൻ്റെ ഐതിഹ്യങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതായത് നമ്മുടെ തലമുറകൾ എന്താണോ നമുക്ക് പകർന്നു തന്നത് അത് അതേപടി നടപ്പിലാക്കുന്ന സമ്പ്രദായങ്ങളാണല്ലേ. അതായത് നമ്മുടെ അച്ചാച്ചൻ അമ്മമ്മമാർ, അതുപോലെ നമ്മുടെ അച്ഛനമ്മമാർ, ഇവരൊക്കെ ആചരിച്ചു വരുന്നത് നമ്മളും സെയിം റിപ്പീറ്റ് അടിച്ച് ആഘോഷിക്കുന്നു എന്നുള്ളതാണല്ലേ. കാമദേവ വിഗ്രഹം ഉണ്ടാക്കുന്ന കാര്യത്തിൽ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇന്ന ദിവസം ഇത്ര കാമന, അതിൻ്റെ അടുത്ത ദിവസം ഇത്രേ കണക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊക്കെ കുറേ പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ അല്ല കേട്ടോ. അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ടോട്ടലി പൂരം ആഘോഷിക്കുന്നത് 7 ദിവസങ്ങളായിട്ടാണ്. അതിൽ 3 ദിവസം നമ്മൾ പൂക്കൾ മാത്രം ഇട്ടിട്ടാണ് പൂരം ആഘോഷിക്കുന്നത്. 4ാമത്തെ ദിവസം തൊട്ട് നമ്മൾ കാമദേവ വിഗ്രഹം കൂടി ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ പൂക്കളം വെച്ചിട്ടാണ് പൂരം ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ കാമദേവനെ ഉണ്ടാക്കുമ്പോൾ അതിൽ കറക്റ്റ് എണ്ണം, ഇന്ന ദിവസം ഇത്ര ഉണ്ടാക്കണം, അതിൻ്റെ അടുത്ത ദിവസം ഇത്ര എണ്ണ ഉണ്ടാക്കണം എന്നുള്ളതൊന്നും ഇല്ല കേട്ടോ. അതായത് നമ്മൾ ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് ഒറ്റ സംഖ്യ കിട്ടുന്ന വിധത്തിൽ ഉണ്ടാക്കിയാൽ മതി. അതിപ്പം എണ്ണത്തിലൊരു കണക്ക് നമുക്കില്ല, ഒറ്റ സംഖ്യ ആയിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഒരു കാരണവശാലും ഇരട്ട സംഖ്യ ടോട്ടൽ കൂട്ടുമ്പോൾ വരാൻ വേണ്ടി പാടില്ല. അതായത് ഞാനിപ്പം ആദ്യത്തെ ദിവസം കാമന ഉണ്ടാക്കുമ്പോൾ ഞാൻ 3 കാമദേവ വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ അടുത്ത ദിവസവും ഞാൻ 3 ദേവന്മാരെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെവിടെയൊക്കെ ആദ്യം 3 കാമദേവനാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം 5 എണ്ണമാണ് ഉണ്ടാക്കുക, അതിൻ്റെ അടുത്ത ദിവസം 7 എണ്ണമാണ് ഉണ്ടാക്കുക എന്നുള്ളത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനങ്ങനെ ഒരു കണക്കേ ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഒറ്റ സംഖ്യ ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് ഒറ്റ സംഖ്യ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ 3 കാമനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ 3 കാമദേവ വിഗ്രഹം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് 5ആണ് ആക്കേണ്ടത് എന്ന്. അങ്ങനെയല്ല. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഉണ്ടാക്കിയത് 4 കാമദേവ വിഗ്രഹങ്ങളാണ്. പിന്നെ ലാസ്റ്റത്തെ ഡേ ഞാൻ 3 എണ്ണമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ടോട്ടൽ കൂട്ടുമ്പം എനിക്ക് ഒറ്റ സംഖ്യയായ 13ആണ് വരിക. അപ്പോൾ അതിൽ പ്രശ്നമില്ല. അതിപ്പോൾ നേരെ മറിച്ച് നമ്മൾ ഒരിരട്ട സംഖ്യ വരുന്ന ഇതിലാണ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഐതിഹ്യത്തിനെതിരാണ്. അങ്ങനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ.
അത് ഞാൻ എടുത്തു പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ദിവസം ഇത്ര കാമന നിർബന്ധമായിട്ട് ഉണ്ടാക്കണം, അതിൻ്റെ അടുത്ത ദിവസം ഇത്ര ഉണ്ടാക്കണം. അങ്ങനെ ഒരു കണക്കുമില്ല. ഒറ്റ സംഖ്യ വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കൃത്യമായിട്ട് നമ്മളെ കാവുകളിലും അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വേണ്ടപ്പെട്ടവരോട് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് പബ്ലിക്കിന് കൊടുക്കുക എന്നുള്ളതല്ല, കൃത്യമായിട്ടുള്ള ഒരു വിവരണം കൊടുക്കുക എന്നുള്ളതല്ലേ. പിന്നെ ചിലർ പറഞ്ഞു കേട്ടതാണ് നമ്മൾ ലാസ്റ്റത്തെ ഡേ കാമന ഉണ്ടാക്കുന്ന സമയത്ത് ഒരമ്മേനെയും ഒരു കുഞ്ഞിനെയും ഒക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അമ്മയും കുഞ്ഞിനെയും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കാമദേവന്റെ പുനർജന്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ ചാണകം കൊണ്ടോ ഒക്കെ കാമദേവ വിഗ്രഹം ഉണ്ടാക്കി കാർത്തിക നാളിൽ ഇതുപോലെ ആചരിക്കുന്നത്. അങ്ങനെയാണ് കാമദേവന് പുനർജന്മം, അതായത് ശിവന്റെ തൃക്കണ്ണിനാൽ ഭസ്മമായി പോയതായിരുന്നു കാമദേവൻ. അപ്പം പിന്നെ അതിൻ്റെ പുനർജന്മത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കാമദേവ വിഗ്രഹം ഉണ്ടാക്കി കാർത്തിക നാളിൽ ഇതുപോലെ ആചരിച്ചു കഴിഞ്ഞാൽ പുനർജന്മം കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുനർജന്മം കിട്ടിയ ആളാണ് കേട്ടോ കാമദേവൻ. അപ്പോൾ നമ്മളെങ്ങനെയാണ് അമ്മയും കുഞ്ഞിനെയൊക്കെ അല്ലല്ലോ ഉണ്ടാക്കേണ്ടത്, കാമദേവ വിഗ്രഹം മാത്രമാണല്ലോ ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ കാമദേവ വിഗ്രഹം ഉണ്ടാക്കുന്നത് ചാണകം കൊണ്ട് മാത്രമേ പറ്റൂ എന്നില്ല. നമുക്ക് ചാണകമായാലും മണ്ണായാലും ഉപയോഗിക്കാം. അത് ഞാനൊക്കെ പണ്ട് മുതലേ നമ്മൾ ചാണകത്തിനെ കൊണ്ടൊന്നും അല്ല ഉണ്ടാക്കൽ, മണ്ണുകൊണ്ട് തന്നെയാണ്. രണ്ട് രീതിയിലും ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലാതെ മണ്ണ് വെച്ച് കാമന ഉണ്ടാക്കുന്നു, അതൊന്നും ഇല്ലാതെ വെറും പൂക്കൾ വെച്ചിട്ട് പൂവൊക്കെ ഇട്ട് കാമദേവ വിഗ്രഹം അതിൽ നമ്മൾ തീർത്തെടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ചില ആൾക്കാർ ചാണകം കൊണ്ട് മാത്രമാണ് കാമൻ ഉണ്ടാക്കുക, മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചാണകം കൊണ്ടുണ്ടാക്കിയാലും തെറ്റില്ല, മണ്ണുകൾ കൊണ്ടുണ്ടാക്കിയാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ പൂക്കൾ വെച്ച് മാത്രം കാമദേവ വിഗ്രഹം ഒരുക്കുന്നതും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കറക്റ്റായിട്ടുള്ള ഐതിഹ്യങ്ങൾ അറിയാതെ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് അത് അതേപടി ആചരിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇതുപോലെയുള്ള ഐതിഹ്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒന്നുകൂടെ നമുക്കത് ഫീൽ ചെയ്തിട്ട് നമുക്കത് ആഘോഷിക്കാൻ വേണ്ടി പറ്റുമല്ലേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഐതിഹ്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പൂരം ആഘോഷത്തിന് പിന്നിൽ ഐതിഹ്യം എന്ന് പറയുന്നത് സാക്ഷാൽ പരമശിവനും കാമദേവനും ചേർന്നുള്ള ഒരു കഥയുമായി ബന്ധപ്പെട്ടതാണ്. സതീദേവിയുടെ മരണത്തെ തുടർന്ന് ദുഃഖിതനായ പരമശിവൻ തപസ്സനുഷ്ഠിക്കുവാൻ തുടങ്ങി. എന്നാൽ ശിവന്റെ മനസ്സിൽ പാർവതി ദേവിയോടുള്ള പ്രേമം ജനിപ്പിക്കാൻ ദേവന്മാർ തീരുമാനമെടുത്തു. അതനുസരിച്ച് കാമദേവൻ ശിവന്റെ ദേഹത്ത് പുഷ്പാസ്ത്രം തൊടുത്തുവിട്ടു. എന്നാൽ തപസ്സിൽ നിന്നുണർന്ന പരമശിവൻ കോപം കൊണ്ട് വിറയ്ക്കുകയും തന്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി കളയുകയും ചെയ്തു. തന്റെ കാമദേവൻ ഭസ്മമായതറിഞ്ഞ് കാമദേവന്റെ പത്നിയായ രതിദേവിയും ദേവതകളും അതീവ ദുഃഖിതരായി സാക്ഷാൽ പാർവതി ദേവിയെ കണ്ടു തങ്ങളുടെ സങ്കടം പറയുകയും രതിദേവിയുടെയും ദേവതകളുടെയും ദുഃഖത്തിൽ മനസ്സലിഞ്ഞ പരമശിവൻ കാമദേവനെ പുനർജനിപ്പിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. പുനർജന്മത്തിന് വേണ്ടി പൂക്കൾ അർപ്പിച്ച് കാമദേവ വിഗ്രഹമുണ്ടാക്കി പ്രാർത്ഥിക്കാൻ ദേവതമാരോട് പരമശിവൻ ആവശ്യപ്പെടുകയും അങ്ങനെ കാമദേവന് പുനർജന്മം ലഭിക്കുകയും ചെയ്തു. കാമദേവന് പുനർജന്മം ലഭിച്ച സന്തോഷത്തിൽ ദേവതമാർ നൃത്തം ചെയ്യുകയും ആ നൃത്തത്തിൽ പരമശിവൻ പങ്കെടുക്കുകയും ചെയ്തു. ആ നൃത്തത്തിന്റെ പ്രതീകമായാണ് പൂരക്കളി ആഘോഷിക്കുന്നത് എന്നാണ് വിശ്വാസം. പൂരോത്സവം ബാലികമാരാണ് ആഘോഷിക്കുന്നതെങ്കിൽ പൂരക്കളി പുരുഷന്മാരാണ് കളിക്കാറുള്ളത്. വീടുകളിൽ പുറമെ ചില കാവുകളിൽ പൂരം ആഘോഷിക്കാറുണ്ട്. മാടായിക്കാവിലെ പൂരോത്സവം വളരെ പ്രശസ്തമാണ്. അങ്ങനെ നമ്മുടെ കാമന്റെ ഏതാണ്ട് എല്ലാ ഇതും മിനുക്കുമണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കാമന് കണ്ണ് വെക്കാനായിട്ട് എടുത്തേക്കുന്നത് കുന്നിക്കുരു ആണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, ഈ ഒരു കുരുവിന് നമ്മുടെ നാട്ടിലൊക്കെ കുന്നിക്കുരു എന്നാണ് പറയാറുള്ളത്. വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് കൊണ്ടാടുന്ന മനോഹരവും എന്നാൽ വളരെ പ്രത്യേകത നിറഞ്ഞതുമായ ആഘോഷമാണ് കേട്ടോ ഈ പൂരോത്സവം. മലയാള മാസം മീനത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ പൂരം നക്ഷത്രം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഈ പൂരോത്സവം എന്ന് പറയുന്നത്. പൂരം ദിനത്തിൽ മണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ ചാണകം കൊണ്ടോ പൂക്കൾ കൊണ്ടോ അലങ്കരിച്ച് പൂജിക്കുന്നതാണ് പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത്. 7 ദിവസം പൂരം ആഘോഷിക്കുന്നവരുണ്ട്, 9 ദിവസം പൂരം ആഘോഷിക്കുന്നവരും ഉണ്ട്. 7 ദിവസമാണ് പൂരം ആഘോഷിക്കുന്നവരെങ്കിൽ വെറും 3 ദിവസം നമ്മൾ പൂക്കൾ കൊണ്ട് മാത്രമാണ്
പൂവിട്ട് പൂജിക്കുന്നത്. പിന്നീട് 4-ാമത്തെ ദിവസം മുതലാണ് മണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ചാണകം കൊണ്ടോ കാമനെ ഉണ്ടാക്കി പൂവിട്ട് പൂജിക്കുന്നത്. 3 ദിവസം നമ്മൾ കിണറിന്റെ സൈഡിലും പിന്നീട് മുറ്റത്തേക്കുമാണ് പൂജ ചെയ്യുന്നത്. കാമന്റെ എണ്ണത്തിൽ പല സ്ഥലത്തും പല വ്യത്യാസങ്ങളും ഉണ്ട്. അതിന്റെ വിശദീകരണം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പൂവിടാനായിട്ട് എല്ലാ തരം പൂക്കളും ഉപയോഗിക്കില്ല. പടിപ്പുരയ്ക്ക് പുറത്തുള്ള ചെമ്പകപ്പൂ, മുരിക്കൻ പൂ, പാലപ്പൂ, ജടപ്പൂ, അതിരാണി ഇങ്ങനെ തുടങ്ങിയ പൂക്കൾ ഒരുപാടുണ്ട് കേട്ടോ. ഇന്നിപ്പം പൂക്കളുടെ ലഭ്യതക്കുറവ് കാരണം ഒരുപാട് പൂക്കൾ നമുക്ക് അന്യം നിന്ന് പോയതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടിയ പൂക്കളൊക്കെ വെച്ചിട്ട് പൂക്കൾ ഇടാറാണ് പതിവ്. കാമന് കൊട കുത്തുക എന്നുള്ള ഒരു ചടങ്ങ് കൂടി ഇതിലുണ്ട്. അതിനായിട്ട് ഞാനിതാ ഒരു ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പൊതുവെ ചെമ്പകപ്പൂ വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ കാമന് കൊട കുത്താറുണ്ടെങ്കിൽ കൂടി പൂക്കളുടെ ലഭ്യതക്കുറവ് കാരണം ഇത് നമ്മളിപ്പം കോളാമ്പിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഓരോരോ മാലകളായിട്ട് 3 കാമന് നമ്മൾ ഇന്ന് കൊട കുത്തണം. അപ്പോൾ അതിന് 3 എണ്ണത്തിനുള്ളത് ഞാനിതാ ഇവിടെ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് ചെമ്പകപ്പൂ കൊണ്ട് നമുക്ക് കൊടകൾ തീർക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ കോളാമ്പി ആയതുകൊണ്ട് അത്ര അങ്ങോട്ടൊരു ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ. അങ്ങനെ ഞാനിവിടെ 3 കാമദേവന്മാർക്കുള്ള കൊട ഞാനിവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവരുടെ തലയിലേക്ക് ചൂടിക്കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ വളരെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് ചെമ്പകപ്പൂവും ചെമ്പരത്തിപ്പൂവും കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഈ പൂക്കളൊക്കെ അതിൻ്റെ ഇലകൾ കറഞ്ഞ് കടലാസ് പുഷ്പവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലേക്ക് ഉതിർത്തിടുന്നുണ്ട്. നമ്മുടെ പൂവിടുമ്പം വളരെ മനോഹരമായിട്ട് അതിൽ ഭയങ്കര അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പൂവാണ് നമ്മുടെ ജടപ്പൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി പച്ചപ്പുള്ള ഒരു പൂവാണ്. ഇത് 2-3 ദിവസം മുന്നേ പറിച്ചു വെച്ചതുകൊണ്ട് ഇതിൻ്റെ പച്ചപ്പൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അസാധ്യമായിട്ടുള്ള ചൂടാണല്ലോ ഇപ്പം. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ കിണ്ടി, വിളക്ക്, അരി ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പൂജ ചെയ്യുക. ലാസ്റ്റ് ദിവസം നമ്മളിത് കിണ്ടിയുടെ യഥാസ്ഥലത്തൊക്കെ അതിൻ്റെ വാലൊക്കെ തിരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ആ ചിരട്ടയിലുള്ളത് നല്ല പൊള്ളുന്ന കനലാണ് കേട്ടോ. നല്ല പോലെ പൊള്ളുന്ന കനലാണ് എടുത്തേക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് വിളക്ക് ഞാൻ അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. നമുക്കിത് കത്തിക്കണം. വിളക്ക് നമ്മൾ പൂവൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് വിളക്കൊക്കെ കത്തിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തേക്കായിട്ട് നമ്മളിതാ ഭസ്മം എടുത്തിട്ടുണ്ട്. അതിനായിട്ട് എടുത്തേക്കുന്ന ഇല എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളകിൻ്റെ ഇലയാണ് കേട്ടോ. വള്ളിച്ചപ്പിൻ്റെ ഇലയാണ്. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പൂക്കൾ ഇടാനുള്ള എല്ലാ പരിപാടിയും ഇവിടെ തുടങ്ങുകയാണ്. പണ്ടൊക്കെ പൂരം ആഘോഷിക്കുമ്പം ഒരുപാട് പൂക്കൾ ഉണ്ടാവും നമുക്ക്. ഇന്നിപ്പം പൂക്കളൊക്കെ നമുക്ക് എന്താ പറയുക ഒരുപാടൊന്നും അങ്ങനെ ലഭിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ കിട്ടിയ പൂവൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം പൂക്കളൊക്കെ ശേഖരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പൂരക്കുട്ടി പൂവിടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വെള്ളത്തിലൊന്ന് ജസ്റ്റ് കുത്തിയതിന് ശേഷം ഇതുപോലെ ചുറ്റണം കേട്ടോ. 3 വട്ടം ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മളവിടെ പൂക്കൾ അർപ്പിക്കുകയാണ്. കാമദേവന് ഫ്രണ്ടിലായിട്ട് പൂക്കൾ അർപ്പിക്കണം. പൂക്കൾ ഇടുന്ന സമയത്ത് ഉച്ചത്തിൽ കുരവയിട്ടുകൊണ്ടാണ് ഓരോ പൂക്കളും കാമദേവന് മുന്നിൽ സമർപ്പിക്കുന്നത്. പൂരമിടുന്ന കുട്ടികളെ പൊതുവെ പൂരക്കുട്ടികൾ എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഇവിടെ എല്ലാം ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ കൂടിയാണ് പണ്ടത്തെയൊക്കെ പൂരം ആഘോഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതും ഒരുപാട് എന്താ പറയുക ചുരുങ്ങിപ്പോയൊക്കെയാണ്. നമ്മൾ വീട്ടുകാർ മാത്രമായിട്ട് വീട്ടിലെ ഒറ്റ കുട്ടി മാത്രമായിട്ട് പൂരം ആഘോഷിക്കുന്ന ആ ഒരു തരത്തിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിന് തൊട്ട് അപ്പുറത്തുള്ള കുട്ടികളെല്ലാവരും കൂടെ ചേർന്നാണ് പൂക്കളം ഇടാറുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ചടങ്ങ് ഇതാ നമ്മൾ കാമന് കൊട കുത്തുക എന്നുള്ള ചടങ്ങാണ്. അതും നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ജസ്റ്റ് പൂക്കളൊക്കെ ഇതുപോലെ മുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പൂക്കൾ കുത്തി കൊടുക്കുന്നത്. കാമന് കുത്തുന്നതിന് മുന്നോടിയായിട്ട് ഇതുപോലെ തന്നെ 3 വട്ടം ചുറ്റിയതിന് ശേഷമാണ് തലയിലേക്ക് പൂക്കൾ ചൂടിക്കൊടുക്കുക. അപ്പം അതിനാണ് ഞാൻ കുറച്ച് വീഡിയോ സ്പീഡ് കൂട്ടി കാണിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ.
ഇതുപോലൊക്കെ പൂരാഘോഷങ്ങളൊക്കെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇത് കണ്ടിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഒരുപാട് പേർക്ക് ഇതൊരു പുതുമ നിറഞ്ഞ ഒരു ആഘോഷമാണ്. കാരണം ഒത്തിരി പേർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വ്ളോഗായിട്ട് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിലിംഗ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ആഗ്രഹിച്ചത്. എത്ര പേര് വീഡിയോ കാണും എന്നുള്ളത് എനിക്കറിയത്തില്ല. കാണുന്നവരൊക്കെയും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ, ഇത്ര മനോഹരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്നുള്ളത് എല്ലാവരും ഒന്നറിയട്ടെ അല്ലേ. പിന്നെ ഇതാ നമ്മൾ അടുത്ത ചടങ്ങുകളാണ് ഈ വെള്ളം കൊടുക്കുക എന്നുള്ളതൊക്കെ. അതുപോലെ ഈ ചിരട്ടയിൽ കനൽ വെച്ച് 3 വട്ടം ചുറ്റിച്ചു. പിന്നെ നമ്മൾ ആ പൊട്ട് ഭസ്മം ഉണ്ടല്ലോ അതൊക്കെ തെറിപ്പിച്ചു. പിന്നെ നമ്മൾ അടുത്ത ചടങ്ങ് നമ്മൾ ഇതുവരെ ഇട്ട പൂവിനും കാമദേവനും ഒക്കെ നമ്മൾ വെള്ളം കൊടുക്കുക എന്നുള്ള ചടങ്ങാണ്. നമ്മൾ 3 ദിവസം കിണറിൻ്റെ പടയിൽ മാത്രമാണ് പൂവിട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മൾ വെള്ളം കൊടുക്കണം. ഇത് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട എല്ലാ ഇതിനും നമ്മൾ വെള്ളം കൊടുക്കണം. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും വെള്ളം കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ആ ചുട്ട് പൊള്ളുന്ന കനലിലേക്ക് വെള്ളം ഒഴിച്ച് അത് കെടുത്തി ഇതുപോലെ ഭസ്മത്തിൻ്റെ മേലെ കമഴ്ത്തി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. തീയൊക്കെ അത്യാവശ്യം കെട്ടതുകൊണ്ട് തന്നെ ആ തീയിലേക്ക് വെള്ളം വീഴുമ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ടായിരുന്നില്ല. ആ സൗണ്ട് കേൾക്കാനും അതിൻ്റെ സ്മെല്ലും ഒക്കെ വളരെ നല്ല നമുക്കൊരു വൈബ് തരുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. അത് ഒരു പ്രത്യേകം നിറഞ്ഞൊരു മണമാണത്. അതൊക്കെ അറിയുന്നുള്ളവർക്ക് അത് അറിയായിരിക്കും. അങ്ങനെയുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തത് കാമദേവന് കഞ്ഞി കൊടുക്കുക എന്നുള്ള ചടങ്ങാണ്. നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കഞ്ഞി കൊടുക്കൽ ചടങ്ങ് ചെയ്യുന്നത്. അതായത് ഉപ്പിടാത്ത കഞ്ഞിയാണ് കേട്ടോ കാമദേവന് സമർപ്പിക്കേണ്ടത്. അതൊരു നേദ്യമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നതാണ്. ഇതുപോലെ പ്ലാവില കൂട്ടി നമ്മൾ ഇലയിൽ വെച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ അത് കൂട്ടിയെടുക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഉപ്പിടാത്ത കഞ്ഞികൾ ഓരോ സ്പൂണായി ഇതുപോലെ വിളമ്പി വെക്കുക. അതിന് ശേഷം നമ്മൾ തിരി തിരിച്ച് അതിൻ്റെ തലപ്പത്ത് ഇടുകയാണ് കേട്ടോ ചെയ്യുക. കണ്ടില്ലേ, അതിലേക്ക് വെക്കാനുള്ള തിരിയാണ് ഞാനിപ്പം വെളിച്ചെണ്ണയിൽ മുക്കി അതൊന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ ഇലകളിലും തിരികൾ തിരിച്ച് വെച്ച് കുറച്ച് നേരം നമ്മുടെ ദേവന്മാർക്ക് മുന്നിൽ ഈ നേദ്യം സമർപ്പിച്ച് വെക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഈ കാറ്റുള്ളത് കൊണ്ടാണ് നമ്മുടെ തിരികളൊക്കെ ഇങ്ങനെ ആളിക്കത്തുന്നത്. പിന്നെ ഇതൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഇലയുടെയും ആ കഞ്ഞിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ ഒരു എന്താ പറയുക, അത്രയും ഇതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇവർക്ക് മുന്നിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുന്നിൽ നമ്മൾ ഇതുപോലെ കുറച്ച് സമയം ഇത് കൊണ്ടുവെക്കട്ടെ. ഇത് കുറച്ച് സമയം ഇവിടെ വെച്ചതിന് ശേഷം എല്ലാ പൂക്കളുടെ മുന്നിലും ഇതുപോലെ കുറച്ച് സമയം വെക്കുകയാണ് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതിലെ തിരികളൊക്കെ കെടാൻ വേണ്ടി തുടങ്ങും. ഇതുപോലെ നമ്മൾ ആഘോഷിക്കുന്ന ഓരോ ആഘോഷങ്ങളും നമുക്ക് വേറിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ അവിടുത്തെ മണമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. എനിക്ക് ഓണത്തിനാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു സ്മെല്ലാണ് നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരിക. അതല്ല, നമ്മളെ പൂരത്തിനും അതുപോലെ തന്നെ ഒരു വേറിട്ട ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ അരി എറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റത്തെ ചടങ്ങാണത്. അരി എറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. അതിതുപോലെ നമ്മൾ അരി എറിഞ്ഞ് പ്രാർത്ഥിക്കും. അതായത് ഇതിൻ്റെ ദേവന്മാർക്ക് മുന്നിൽ ഞാനിത് കൊണ്ടുവച്ചിട്ടാണുള്ളത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കാമനെ അയക്കാന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് രാത്രിയിലാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു സ്പേസ് നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകുമല്ലോ. അവിടത്തേക്കാണ് ആ കഞ്ഞികൾ നമ്മൾ ലാസ്റ്റ് കൊണ്ട് സമർപ്പിക്കേണ്ടത്. അങ്ങനെ അതവിടത്തേക്ക് വെച്ചു. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്തായാലും നമുക്ക് പണ്ടത്തെ ആൾക്കാർ അങ്ങനെ ഒരു ഇതുണ്ടാക്കിയത് വളരെ നല്ലതാണ്. കാരണം അങ്ങനെ നമ്മളെ പക്ഷിമൃഗാദികൾക്ക് ഒരു ഭക്ഷണമാകാനും അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും അല്ലേ. പിന്നീട് ഇന്ന് പൂരം ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരമായിട്ടുണ്ട്. ഇത് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് നമ്മളുടെ അടുത്ത ചടങ്ങ് എന്ന് പറയുമ്പം പൂക്കൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. ഇതെല്ലാ ദിവസവും ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അതേ ചടങ്ങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ ഇതാ നമ്മളെ ചിരട്ടയിൽ കനൽ വെച്ച് അത് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്, വെള്ളം അതുപോലെ തന്നെ ഭസ്മവും. ഇത് നമ്മൾ എല്ലാ പൂക്കൾക്കും കൊടുക്കണം. അതിനുശേഷം നമ്മൾ അടചുടൽ പരിപാടി, പൂരത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള പരിപാടിയാണ് അടചുടൽ. അത് നമ്മൾ കാമന് വേറെ തന്നെ അടയാണ് ഉണ്ടാക്കുക. കാമന് ഉണ്ടാക്കുമ്പം ഉപ്പിടാത്ത അടയാണ്. ഇത് നമുക്ക് കഴിക്കാനുള്ള അടയാണ് കേട്ടോ എല്ലാവർക്കും. ഇത് എല്ലാ വീടുകളിലും ഈ ഒരു ദിവസം ഉണ്ടാക്കും കേട്ടോ. ചിലപ്പോൾ പൂരം ആഘോഷിച്ചില്ലെങ്കിൽ കൂടി ഈ ഒരു അട ഉണ്ടാക്കാനായിട്ട് ആരും തന്നെ മറക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് നമുക്ക് കഴിക്കാനുള്ള അടയാണ്. ഇതിൽ മെയിനായിട്ട് അരിക്കൂട്ടും അതുപോലെ ശർക്കര, തേങ്ങ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇതാണ് നമ്മുടെ കാമന് ചുട്ടെടുത്ത അട, അതായത് ഉപ്പിടാത്തത്. എൻ്റെ നാട് കുറ്റ്യാട്ടൂറാണ് കേട്ടോ. കുറ്റ്യാട്ടൂർ നാടുകളിലൊക്കെ അട ചുടുന്നത് എന്ന് വെച്ചാൽ പ്രത്യേക ഒരു തരത്തിലുള്ള ഒരു ഇലയിലാണ്. അതിൽ ചുട്ടെടുക്കുന്ന ടേസ്റ്റ് വളരെ രസമാണ് കേട്ടോ. കാരണം അടച്ചപ്പ് എന്നാണ് നമ്മളതിന് പറയുക. അതിന് എന്താണ് കറക്റ്റ് പേര് പറയുന്നത്, നമ്മളങ്ങോട്ടൊക്കെ അടച്ചപ്പ് എന്നാണ് കേട്ടോ പറയുക. അതിലൊരു പ്രത്യേക രസമാണ്. ഇതിപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ഉപ്പിലച്ചപ്പിലാണ് ചുടുക. അപ്പോൾ ഉപ്പിലച്ചപ്പിൽ ചുടുമ്പം അത്ര ഒരു ടേസ്റ്റ് തോന്നാറില്ല. അപ്പോൾ നമ്മൾ അടയൊക്കെ സെറ്റാക്കി അത് അടുപ്പത്തൊക്കെ വെച്ചതിന് ശേഷം രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാമദേവനെ അയക്കാന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ്. കാമദേവനെ അയക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ഇതുപോലെ കാമനെ അയക്കുക എന്ന് പറയുന്ന ലാസ്റ്റത്തെ പൂര ദിവസം നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതായത് പൂരം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ഇതുപോലെ കാമദേവനെ ഉണ്ടാക്കണ്ടല്ലോ അടുത്ത ദിവസം എന്നോർക്കുമ്പം. കാരണം ഈ പൂരം ഇത്തരം ആഘോഷങ്ങളൊക്കെ വരുമ്പം നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമായിരിക്കുമല്ലോ അത് ആഘോഷിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അടുത്ത ദിവസം ഇതില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തായാലും ഒരു വിഷമം നമുക്ക് പണ്ടൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലെന്നല്ല, എന്നാലും യാത്രയാക്കൽ ചടങ്ങിൻ്റെ പ്രതീകമായി പൂജ ചെയ്ത എല്ലാ പൂക്കളും കാമവിഗ്രഹവും കോരി നിലവിളക്ക് കത്തിച്ച് പിടിച്ച് അടുത്തുള്ള പ്ലാവ് മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാലുള്ള മരത്തിൻ്റെ ചുവട്ടിലോ നിശ്ചയിച്ച ഏത് മരത്തിൻ്റെ ചുവട്ടിലോ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും ലാസ്റ്റത്തെ ചടങ്ങ് എന്ന് പറയുന്നത്. അതിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് 3 ദിവസം കിണറിൻ്റെ സൈഡിലാണ് പൂവിടുക എന്ന് പറഞ്ഞല്ലോ. അതാണ് നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇതുപോലെ കോരിയെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് നമ്മൾ പിറ്റേ ദിവസങ്ങളിലൊക്കെ പൂജിച്ച പൂക്കളൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മളിപ്പം നിശ്ചയിച്ചിരിക്കുന്നത് പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് യാത്ര അയക്കാനാണ്. അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. പോകുന്നതിന് മുന്നേ നമ്മളിത് ഇതുപോലെ എല്ലാത്തിനും വെള്ളം കൊടുക്കും, അരിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും കേട്ടോ. ഈ ആഘോഷങ്ങളൊക്കെ ആചരിക്കുന്ന സമയത്ത് നമ്മൾ കുരവേട്ടാണ് എല്ലാം ചെയ്യാറുള്ളത്. അങ്ങനെ ഓരോ ദിവസവും ഇട്ട പൂക്കൾക്ക് മുന്നിലും നമ്മൾ ഇതുപോലെ പ്രാർത്ഥിച്ച് എല്ലാത്തിനെയും ഒരു മുറത്തിലേക്ക് കോരിയെടുത്തിട്ടുണ്ട്. ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്, കാരണം ഇത്തിരി ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മളെല്ലാം കോരി എടുത്തതാ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക്. നമ്മൾ പ്ലാവിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലേക്കാണ് യാത്ര അയക്കുന്നത്. അതുകൊണ്ട് നമ്മളിതാ എല്ലാം എടുത്തിട്ടുണ്ട്. കിണ്ടി, വിളക്ക്, അതുപോലെ പൂക്കൾ, അതുപോലെ അരിയിട്ട് തൊഴാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം തന്നെ എടുത്തേക്ക് പോവുകയാണ്. നമുക്ക് ഇത്തിരി കുറച്ച് വെളിച്ചമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. ഇതൊക്കെ എടുത്ത് നമ്മൾ നിശ്ചയിച്ച, അതായത് സ്ഥലത്ത് കൊണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ 3 വട്ടം ചുറ്റിയതിന് വിളക്കും ഒക്കെ ആയിട്ട് നമ്മളിതുപോലെ എന്തൊക്കെ നമ്മൾ കൊണ്ടുപോയാൽ അതൊക്കെ എടുത്ത് നമ്മളിതുപോലെ 3 വട്ടം ചുറ്റിയതിന് ശേഷമാണ് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ വെക്കുന്നത്, ചുവട്ടിലേക്ക് വെക്കുന്നത് കേട്ടോ. ഇതുപോലെ ചുറ്റിക്കഴിഞ്ഞു. നമുക്ക് വെളിച്ചില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അതെ, ഇനി നമ്മൾ എല്ലാ കാമദേവന്മാരെയും ഇതുപോലെ അതിൻ്റെ ചുവട്ടിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് നമ്മൾ പൂവൊക്കെ അതിലേക്ക് നല്ല ഭംഗിയിൽ വെച്ച് കൊടുത്തു. പിന്നെ എന്താ കാമനുള്ള അടയാണ് ഈ കൊടുക്കുന്നത്. അട ആ പൂക്കൾക്കിടയിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാണ്ട് ചെയ്യുക. കാലത്തെ വരണേ കാമാ കുഞ്ഞാങ്ങല താറാട്ടിന് പോണേ പോലെ കാമ തക്കറ് നാട്ടിൽ പോലെ കാമാ തക്കത്തി പെണ്ണുങ്ങൾ ചതിക്കും കാമാ.
കാമദേവനെ യാത്രയാക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രത്യേക തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടിയാണ് യാത്രയക്കുന്നത്. അമ്മയെ ഞാൻ നിർബന്ധിച്ച് പാടിപ്പിച്ചതാണ് കേട്ടോ ആ പാട്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് എനിക്കറിയില്ലെങ്കിലും എനിക്കറിയുന്നത് വെച്ച് ഞാനിവിടെ പാടാം. കാമാദേവ കാലത്തെ നേരത്തെ വരണേ ദേവ, തെക്കൻ ദിക്കിൽ പോവല്ലേ കാമ, ചാല്യാറ വീട്ടിൽ പോവല്ലേ കാമ, അതുപോലെ ഈന്തോല പന്തലിൽ പോലെ കാമ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അധികം വരികളുണ്ട് ആ ഒരു പാട്ടിനകത്ത്. എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. അത് നമ്മുടെ മുതിർന്നവരൊക്കെ പാടുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ആ ഒരു രീതിക്കനുസരിച്ച് അവർ പാടുമ്പം അത് വളരെ ഭംഗിയായിട്ട് തോന്നാറുണ്ട്. എൻ്റെ അമ്മയും അതുപോലെ എൻ്റെ അച്ചാച്ചനും അമ്മമ്മയും ഒക്കെ പാടി കേട്ടിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാനായിട്ട്. അപ്പോൾ ദാ എല്ലാ ചടങ്ങുകളും ഇവിടെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ചടങ്ങാണ് കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്ത് കാമദേവനെ കൊണ്ട് ഇരുത്തി അവിടെ നമ്മൾ യാത്ര അയച്ചു. അതോടുകൂടി നമ്മുടെ പൂരം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നു കേട്ടോ. അതുപോലെ വെള്ളമൊഴിച്ച് നമ്മൾ അതും തിരിയും കൂടെ കെടുത്തി. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ഞാനിവിടെ നോക്കുന്നത്. നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, കാമദേവനെ അയച്ച ദിവസം രാവിലെ ഉറക്കം എണീച്ച ഉടനെ തന്നെ നമ്മൾ അയച്ച കാമദേവന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോവുക. പതിവ് തെറ്റിക്കാതെ ഞാനിതാ രാവിലെ തന്നെ വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. അതിങ്ങനെ നോക്കി നിൽക്കുമ്പം കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക തരത്തിലുള്ളൊരു സുഖമാണ് കേട്ടോ മൈൻഡിന്. പണ്ട് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ പൂരം ലാസ്റ്റ് ഡേ ഭയങ്കര സങ്കടമായിരിക്കുന്നു, അതായത് കഴിയാൻ പോകുന്നുള്ള ഓർത്തിട്ട് ഭയങ്കര സങ്കടമായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അത് ഇതുപോലെ പിറ്റേന്നാകുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടുന്നത് ഇതുപോലെ വന്ന് നോക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പൂരത്തോടനുബന്ധിച്ച് അന്ന് രാത്രിയിലുണ്ടായ കാഴ്ചകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. കാവുകളിലൊക്കെ പൂരക്കളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരങ്ങേറാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പൂരം കുളി എന്ന് പറഞ്ഞിട്ടുള്ള ദിവസമാണ്, അന്നത്തെ രാത്രി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതിപ്പോൾ ആഡ് ചെയ്യുന്നതാണ്. പൂരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതുപോലുള്ള കാഴ്ച വരും, അതുപോലെ വെടിക്കെട്ടും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഹസ്ബൻഡ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, അപ്പം അവിടുന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. പൂരക്കളി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. പൂരക്കളി ചിലയിടത്തൊക്കെ ഉണ്ടാവാറുണ്ട്. പിറ്റേ ദിവസം രാവിലെ എണീച്ച് പല്ല് തേച്ച ഉടനെ തന്നെ പൂരട കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. പൂരത്തിന് ഉണ്ടാക്കിയ അടയാണ് കേട്ടോ. ഇതിന് ഈ ഒരു ഐറ്റത്തിന് ഒത്തിരി ഫാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഭയങ്കര ഫാൻസാണ് ഇതിന്. കാരണം അത്രയും ഇഷ്ടമാണ് ഒട്ടുമിക്ക ആൾക്കും ഈ ഒരു അട എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മെയിനായിട്ട് എല്ലാ വീടുകളിലും മിക്കപ്പോഴും ചായക്ക് കടിയായിട്ട് എടുക്കാറുള്ളതും. ഒട്ടുമിക്ക വീടുകളിലും പൂരട തന്നെ ആയിരിക്കും കേട്ടോ. വെല്ലവും അതുപോലെ തേങ്ങയും അരിക്കൂട്ടും ഒക്കെ ഉപയോഗിച്ചതാണ്. ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആഘോഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ് ബൈ ബൈ. സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.